8ാം ശമ്പള കമ്മീഷൻ പ്രവർത്തനം തുടങ്ങി. മാത്രമല്ല 7ാം ശമ്പള കമ്മീഷന്റെ കാലാവധി ഈ മാസം 31-ന് അവസാനിക്കുകയും ചെയ്യും. ഓരോ 10 വർഷത്തിലാണ് ഒരു ശമ്പള കമ്മീഷൻ മാറിവരുന്നത്. ഈ മാസം 31-ന് 7ാം ശമ്പള കമ്മീഷന്റെ കാലാവധി അവസാനിക്കും. മാത്രമല്ല 8ാം ശമ്പള കമ്മീഷൻ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ഇനി ശമ്പളത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ 8ാം ശമ്പള കമ്മീഷന്റെ ശുപാർശ ലഭിക്കുകയും സർക്കാർ അംഗീകരിക്കുകയും വേണമെന്നതാണ് നിയമങ്ങൾ. പക്ഷേ അതിന് മാസങ്ങളെടുക്കും. എന്നാൽ ഇക്കാലയളവിൽ കുടിശ്ശിക കിട്ടുമോ എന്നാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. അങ്ങനെയെങ്കിൽ എത്ര രൂപയായിരിക്കും കുടിശ്ശിക ഇനത്തിൽ കിട്ടുകയെന്നും മറ്റൊരു ചോദ്യമുണ്ട്. ഓരോ 10 വർഷം കൂടുമ്പോഴാണ് ഒരു ശമ്പള കമ്മീഷൻ മാറി പുതിയത് വരുന്നത്. 2006 മുതൽ 2015 വരെയായിരുന്നു 6ാം ശമ്പള കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത്. 2016 മുതൽ ശമ്പളം നൽകുന്നതിന് 7ാം ശമ്പള കമ്മീഷന്റെ നിർദ്ദേശങ്ങളാണ് 2016 മുതൽ ശമ്പളം നൽകുന്നതിന് പരിഗണിച്ചത്. റിപ്പോർട്ട് നടപ്പാക്കിയത് 2016 ജൂലൈയിലായിരുന്നുവെങ്കിലും സർക്കാർ മുൻകാല പ്രാബല്യം ജനുവരി മുതൽ ആരംഭിച്ചു തുടങ്ങി. അത് ജീവനക്കാർക്ക് വലിയ നേട്ടമുണ്ടാകുകയും ചെയ്തു. എന്നാൽ വളരെ വൈകിയാണ് 8ാം ശമ്പള കമ്മീഷനെ നിയോഗിക്കുന്നത്. കഴിഞ്ഞ മാസം മുതലാണ് കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത്. ഇതിനായി കേന്ദ്ര സർക്കാർ 18 മാസം വരെ റിപ്പോർട്ട് സമർപ്പിക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. അതായത് 2026 കഴിഞ്ഞാൽ ആയിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. പിന്നീട് സർക്കാരിന്റെ അവലോകനമായിരിക്കും നടക്കുക. 6 മാസം വരെ അത് സമയമെടുക്കുമെന്നും പറയുന്നുണ്ട്. സംസ്ഥാന സർക്കാരുകളുടെ ജീവനക്കാരുടെ ശമ്പളവുമെല്ലാം കമ്മീഷന്റെ ശുപാർശകളും രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയും അവലോകനം ചെയ്ത ശേഷമായിരിക്കും മന്ത്രിസഭ ഈ വിഷയം പരിഗണനയിൽ എടുക്കുക. തുടർന്ന് മന്ത്രിസഭ അനുമതി നൽകിയാൽ മാത്രമായിരിക്കും പുതുക്കിയ ശമ്പളം കൈകളിൽ എത്തുക. ശമ്പളം, ആനുകൂല്യം, പെൻഷൻ എന്നിവയെല്ലാം അതുമുതൽ മാറുമെന്ന് ഉറപ്പാണ്. 2016-ൽ 7ാം ശമ്പള കമ്മീഷൻ നടപ്പാക്കിയത് മുൻകാല പ്രാബല്യത്തോടെയായിരുന്നു. അതുകൊണ്ട് തന്നെ കുടിശ്ശിക സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുകയും ചെയ്തു. സമാനമായ രീതിയിൽ തന്നെയായിരിക്കും 8ാം ശമ്പള കമ്മീഷനും. സർക്കാരിനോട് ഇക്കാര്യം പ്രത്യേകം തന്നെ സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.